വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം പറയുന്നത്, യേശുക്രിസ്തുവിന്റെ മാതാപിതാക്കൾ എല്ലാ വർഷവും പെസഹ പെരുന്നാളിനായി ജെറുസലേമിലേക്ക് പോകുമായിരുന്നു. യേശുവിന് 12 വയസ്സായപ്പോൾ പതിവ് പോലെ അവനെയും അവർ ദേവാലയത്തിലേക്ക് കൊണ്ടുപോയി. ലൂക്കോസിന്റെ സുവിശേഷം 2:41 മുതൽ 42. ഇതൊരു യാത്ര മാത്രമായിരുന്നില്ല. യഹൂദരുടെ ആരാധന ജീവിതവും ദൈവഭക്തിയും തിരുവെഴുത്തുകളുടെ പാരമ്പര്യവും മകനിൽ വളർത്തിയെടുക്കുവാനുള്ള മാതാപിതാക്കളുടെ ആത്മീക ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായിരുന്നു. പരിശുദ്ധ ദൈവമാതാവും നീതിമാനായ യോസഫും യേശുവിനെ ബാല്യകാലം മുതൽ ദേവാലയ ജീവിതത്തിലും പ്രാർത്ഥനയിലും പെരുന്നാളുകളിലും പങ്കാളികളാക്കി. സഭാപിതാക്കന്മാർ പറയുന്നത്, ദൈവപുത്രനായ ക്രിസ്തുവിനെ പഠിക്കേണ്ടതൊന്നുമില്ലായിരുന്നുവെങ്കിലും മനുഷ്യനായി അവൻ മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളെയും വിശുദ്ധീകരിച്ചു എന്നതാണ്. പെരുന്നാൾ കഴിഞ്ഞു മടങ്ങുമ്പോൾ യേശു ദേവാലയത്തിൽ തന്നെ നിന്നു. 3 ദിവസങ്ങൾക്ക് ശേഷം മാതാപിതാക്കൾ അവനെ കണ്ടെത്തിയപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ ഇരിക്കേണ്ടതല്ലയോ? ലൂക്കോസിന്റെ സുവിശേഷം 2:49. ഇവിടെ ആദ്യമായി ക്രിസ്തു തൻ്റെ ദൈവിക പുത്രത്വത്തെ വെളിപ്പെടുത്തുന്നു. എന്നാൽ അതിനുശേഷം സുവിശേഷം അത്യന്തം പ്രധാനപ്പെട്ട ഒരു വചനം രേഖപ്പെടുത്തുന്നു. അവൻ അവരോടുകൂടി നസറേത്തിലേക്ക് ചെന്ന് അവർക്ക് കീഴടങ്ങി ജീവിച്ചു. ലൂക്കോസിന്റെ സുവിശേഷം 2:51. ലോകത്തിന്റെ സൃഷ്ടാവും സകലത്തിൻ്റെയും കർത്താവുമായവൻ തൻ്റെ മാതാവിനും വളർത്തുപിതാവായ യോസഫിനും കീഴടങ്ങി ജീവിച്ചു. പരിശുദ്ധ ജോൺ ക്രിസോസ്റ്റം പറയുന്നത്, വിനയത്തിന്റെ പരിപൂർണ മാതൃകയാണ് ക്രിസ്തു ഇവിടെ നിൽക്കുന്നതെന്നാണ്. കൽപ്പനകൾ നൽകിയവൻ തന്നെയാണ് അനുസരണത്തിന്റെ വഴി മനുഷ്യർക്ക് കാണിച്ചു തരുന്നത്. സുവിശേഷങ്ങൾ 12-ാം വയസ്സിനും 30-ാം വയസ്സിനും ഇടയിലുള്ള കാലഘട്ടത്തെക്കുറിച്ച് വളരെ കുറച്ചു മാത്രമേ പറയുന്നുള്ളൂ. എന്നാൽ സഭയുടെ പാരമ്പര്യം അനുസരിച്ച് യേശു നസറേത്തിൽ കുടുംബജീവിതത്തിൽ പങ്കുചേർന്ന് യോസഫിന്റെ തൊഴിൽ തുടർന്നു മാതാപിതാക്കൾക്കൊപ്പം സാധാരണ മനുഷ്യജീവിതം നയിച്ചുവെന്ന് മനസ്സിലാക്കപ്പെടുന്നു. ഈ കാലഘട്ടത്തിലാണ് യോസഫ് മരണപ്പെട്ടതെന്ന് പല സഭാപിതാക്കന്മാരും എങ്കിലും തിരുവെഴുത്ത് അതിന് വ്യക്തമായ രേഖകൾ നൽകുന്നില്ല. ഈ 18 വർഷങ്ങൾ നമ്മെ ഒരു വലിയ ആത്മിക സത്യം പഠിപ്പിക്കുന്നു. ദൈവപുത്രൻ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ് നിശബ്ദതയിലും അനുസരണത്തിലും കുടുംബജീവിതം അല്ലെങ്കിൽ അമ്മയോട് ചേർന്ന് ജീവിച്ചു. അതുകൊണ്ട് സാധാരണ ജീവിതവും ദൈവഹിതത്തിന്റെ ഭാഗമാണെന്ന് അവൻ വെളിപ്പെടുത്തി. ക്രൂശിന്റെ അടുക്കൽ നിൽക്കുന്ന പരിശുദ്ധ ദൈവമാതാവിനെ നോക്കി കർത്താവ് വിശുദ്ധ യോഹന്നാൻ ശിഷ്യനോട് പറഞ്ഞത്, ഇതാ നിന്റെ അമ്മ എന്ന വചനവും അത്യന്തം ഹൃദയസ്പർശിയാണ്. അവസാന നിമിഷങ്ങളിലും തൻ്റെ മാതാവിൻ്റെ സംരക്ഷണത്തെക്കുറിച്ച് കർത്താവ് കരുതുന്നു. സഭാപിതാക്കന്മാർ ഇതിനെ മാതാവിനോടുള്ള പുത്രസ്നേഹത്തിൻ്റെ പ്രകടനമായും അതോടൊപ്പം സഭയെ മാതാവിൻ്റെ ആത്മീക സംരക്ഷണത്തിലേക്ക് ഏൽപ്പിക്കുന്ന പ്രതീക്ഷയായും വ്യാഖ്യാനിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവ് യേശുവിനെ ദേവാലയത്തിലേക്ക് കൊണ്ടുപോയി പ്രാർത്ഥനയുടെയും ആരാധനയുടെയും ജീവിതത്തിൽ വളർത്തി. അതുപോലെ യേശു തൻ്റെ മാതാവിനെ ആദരിക്കുകയും അവളോടൊപ്പം ജീവിക്കുകയും അവസാന നിമിഷം വരെ അവളുടെ സംരക്ഷണം ഉറപ്പാക്കുകയും ചെയ്തു. ഈ ബന്ധത്തിൽ നിന്ന് നാം പഠിക്കുന്നത്, ദൈവഭക്തി കുടുംബജീവിതത്തെ നിഷേധിക്കുന്നതല്ല, മറിച്ച് അതിനെ വിശുദ്ധീകരിക്കുന്നതാണ് എന്ന സത്യമാണ്.